ഹായ് ഓൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സിലബസ് മാറുക എന്ന ഒരു പുതിയ കാര്യമല്ല. ക്ലാസ് 8-ൽ പുതിയ ബുക്ക് പഠിച്ചു വന്നതാണ്. പുതിയ സിലബസ് നമ്മുടെ പുതിയ ജീവിത രീതിക്ക് ഏറ്റവും അനിവാര്യമാണ്. പുതിയ രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും കാര്യങ്ങൾ അനുഭവിച്ച് പഠിക്കാനും നമ്മുടെ സിലബസ് വ്യക്തമായി നമ്മളെ പ്രാപ്തമാക്കുന്നുണ്ട്. ക്ലാസ് 9-ൽ നിങ്ങളെ കാത്തിരിക്കുന്ന പുതിയ സിലബസും പുതിയ പുസ്തകവുമാണ്. പുതിയ പുസ്തകത്തിൽ സയൻസ് നമ്മൾ 4 സബ്ജക്റ്റുകളായിട്ടാണ് പഠിക്കുന്നത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. നമുക്ക് എല്ലാവർക്കും ആരാണ് ആ നാലാമനാണ് എർത്ത് സയൻസ്. പുതിയൊരു ബ്രാഞ്ച് നമുക്ക് പുതിയതായി നമ്മൾ കാണാൻ പോകുന്ന എർത്ത് സയൻസിൽ നമ്മൾ എർത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്ക് സിലബസ് നോക്കിയാൽ എർത്ത് എസ് എ സിസ്റ്റം, എനർജി, മാറ്റർ, ലൈഫ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ തന്നെയാണ്. നമ്മുടെ ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചാപ്റ്ററുകൾ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞ വർഷത്തെ ടെസ്റ്റുകൾ പോലെ തന്നെ ആദ്യ ചാപ്റ്റർ വരുന്നത് മോഷനാണ്. മോഷൻ എന്ന ചാപ്റ്ററിൽ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് തുടങ്ങി ബേസിക് കാര്യങ്ങൾ മുതൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, കൈനമാറ്റിക് ഇക്വേഷൻ, എലിമെൻ്ററി ഐഡിയ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ. വളരെ പ്രകടമായ വ്യത്യാസങ്ങളൊന്നും നമ്മുടെ ഈ ചാപ്റ്ററിൽ കാണാൻ സാധിക്കും. അടുത്ത ചാപ്റ്ററാണ് ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ. ഫിസിക്സിലെ ഫണ്ടമെൻ്റൽ ലോസ് ആയിട്ടുള്ള ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനും അതുപോലെ തന്നെ ഫോഴ്സിനെ കുറിച്ചും ബാലൻസ് ഫോഴ്സ്, അൺബാലൻസ് ഫോഴ്സ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ഫ്രിക്ഷനെ കുറിച്ചുമെല്ലാം വ്യക്തമായി പഠിക്കുന്നത് ഈ ചാപ്റ്ററിലാണ്. അടുത്ത ചാപ്റ്ററിലാണ് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നത്. അടുത്തത് വർക്ക് എനർജി മാത്രമാണ് നമുക്ക് പഠിക്കേണ്ടത്. പക്ഷേ വർക്ക് എനർജി ഇവിടെ വർക്ക് എനർജി പ്ലസ് സിമ്പിൾ മെഷീൻസ് എന്ന ഒരു ചാപ്റ്ററായിട്ട് വരുന്നത്. സിമ്പിൾ മെഷീൻസ്, നമ്മളുടെ വർക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചെറിയ 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 യന്ത്രങ്ങൾ, അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. അടുത്തൊരു വ്യത്യാസം പ്രകടമായി നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഒരു ചാപ്റ്റർ മിസ്സിംഗ് ആണ്, ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ ഈ വർഷം നമുക്ക് കാണുന്നില്ല. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കുറിച്ചും പഠിക്കുന്ന ചാപ്റ്റർ ഈ വർഷം മിസ്സിംഗ് ആണ്. പക്ഷേ എർത്ത് സയൻസിൽ കുറച്ച് ബേസിക് എലിമെൻ്ററി ഐഡിയാസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഗ്രാവിറ്റേഷന് പകരം ഇവിടെ കാണുന്നത് അവസാനത്തെ ചാപ്റ്റർ കഴിഞ്ഞ വർഷം 9th ഉണ്ടായതുപോലെ തന്നെ സൗണ്ട് എന്ന ചാപ്റ്ററാണ്. സൗണ്ടിലും പ്രൊപ്പഗേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സൗണ്ട് ആൻഡ് ഫൈനലി നമ്മൾ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്സിലേക്ക്. ഇത്രയാണ് വ്യത്യാസം. സോ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്ട്രാ കാര്യം പഠിക്കാനുള്ളതേ ഉള്ളൂ. ഫിസിക്സിലേക്ക് വന്നാൽ പുതിയ കാര്യങ്ങളൊന്നും. നമുക്ക് മുഴുവൻ കാര്യങ്ങളും വ്യക്തമായി പഠിച്ചെടുക്കണം. ഏറ്റവും മികച്ച മാർക്കാണ് ക്ലാസ് 9-ൽ ആവശ്യം. വേണ്ടതെല്ലാം ശൈലം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നേറണം, അടിപൊളിയാക്കണം.